സബ്ദാറ്റ് കരാറുണ്ടല്ലോ. ഓക്കെ, പ്രവോക്കണാവല്ലേ? എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ചൂട് കൂടിയാൽ ലോഡ് കൂടുമെന്ന് കണിയാൻ കവടി നിർത്തേണ്ട കാര്യമില്ല. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കാര്യക്ഷമതയില്ലായ്മയുടെ ദുരന്തഫലം അപ്രഖ്യാപിത ഒളിച്ചുകളി ഉടായ്പ മാറ്റിവെച്ച് പ്രഖ്യാപിതമായി തന്നെ കറണ്ട് കെട്ടാണ് KSEB. ഓമന പേര് പീക്ക് ലോഡ് മാനേജ്മെന്റ്. അങ്ങനെ പറയരുത്. ഏതോ 20 ഊണിന്റെ കപ്പാസിറ്റി ഉള്ള നാട്ടുവഴി ഹോട്ടലിൽ പെട്ടെന്ന് 60 ഊണിന്റെ ആവശ്യം വന്നാൽ കറ തീർന്നു പോകും, കടപൊട്ടിപ്പോകും എന്നൊക്കെയാണ് ക്യാപ്സ്യൂൾ. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? കമന്റുകൾ വരുന്നു. 40 പേരെ ഊട്ടുന്ന റെസ്റ്റോറന്റ് അല്ല സാറേ, 1 കോടി ആളുകൾക്ക് കറണ്ട് കൊടുക്കുന്ന യൂട്ടിലിറ്റി കമ്പനിയാണ് KSEB. ഉച്ചയൂണിന്റെ ഉച്ചക്കിർക്ക് പറയല്ലേ കടന്നലെ എന്നടക്കം താഴോട്ടങ്ങ് പരിഹാസ പെരുമഴയാണ്. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങളെന്ന PR ക്യാമ്പയിന്റെ തുടർച്ചയിൽ പീക്ക് ലോഡ് പവർ കട്ടിലെ മെഴുകുതിരി വെളിച്ചത്തിൽ വെന്തുരുകി കഷ്ടപ്പെട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന സാറമാർ പുറത്തിറങ്ങിയത് പറയരുത്. രാക്കാലത്ത് കിടപ്പ് രോഗികൾ കൈക്കുഞ്ഞുങ്ങളും അടക്കം പുഴുങ്ങി ഒലിച്ച് വെന്തുരുകി പ്രാന്തായി നിൽപ്പാണ്. ആ ഹോട്ടൽ ക്യാപ്സ്യൂൾ ദഹിക്കാനുണ്ടല്ലോ, ചിലപ്പോൾ ചെള്ളയിൽ കൈച്ചൂടറിയും, വേദനയ്ക്കും ആരോഗ്യത്തിന് ഹാനികരമാണ്. കാശ്മീരുടെ ഇൻട്രോ പ്രാസൊക്കെ ഒപ്പിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറയുമ്പം ചില വസ്തുതകളും കൂടി അറിഞ്ഞു പോകേണ്ടതുണ്ട്. വേനൽക്കാലമായാൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കും എന്ന് അറിയാത്തവരല്ല KSEBക്കാർ. മാത്രമല്ല ഇത് ഒരു ഇലക്ഷൻ ഇയറും കൂടിയാണ്. അതിനൊന്നുമില്ലേ? സ്വാഭാവികമായും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി തന്നെയാണ് KSEB ഈ വേനൽക്കാലവും വരവേറ്റത്. പക്ഷെ വേനലിന്റെ കടുപ്പമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമല്ലാതെ അപ്രതീക്ഷിതമായി ഒരു വൈദ്യുതി ഉപഭോഗ വർധനവ് വന്നാൽ KSEB അല്ല ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. സാധാരണഗതിയിൽ വേനൽക്കാലത്ത് വരുന്ന വൈദ്യുതി ഉപഭോഗം കണക്കാക്കുന്നതിന് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ വർഷത്തെ വേനലിൽ എത്ര ഉണ്ടായിരുന്നു, അതിൽ ഈ വർഷം സാധാരണഗതിയിൽ എത്ര വർധനവ് ഉണ്ടാവാം. അത് നോർമലി ഒരു 3% മുതൽ 4% വരെയാണ്. സാധാരണ മാസങ്ങൾ ഉണ്ടാകുന്ന വൈദ്യുതിയേക്കാളും വേനൽക്കാലത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന വൈദ്യുതി എന്ന നിലയ്ക്കിലും ഇത് കണക്ക് കൂട്ടാം. കേരളത്തിൽ ഈ കഴിഞ്ഞ സാധാരണ മാസങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4900 5100 മെഗാവാട്ടായിരുന്നു. ഇതിനെന്ത് പ്രസക്തി? എന്ത് പ്രസക്തി? അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാനിംഗ് പരാജയം എന്ന് പറഞ്ഞത്. ഈ 5% വർധന ഉണ്ടാവും എന്ന് കരാറിൽ എവിടെയും ഒപ്പിട്ട് പോകുന്നില്ല. പറഞ്ഞു തീരുന്നതുവരെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. പറഞ്ഞു തീരുന്നവരെ അനുവദിക്കുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. നിങ്ങൾ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കേൾക്കുകയും ഞങ്ങൾക്ക് പറയാൻ അനുവാദം തരുന്നില്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. അല്ലെങ്കിൽ പറയൂ, ഞാൻ പറയുന്നത് ഈ 5% കൂടാവൂന്ന് ആരും എവിടെ ഉറപ്പ് നൽകിയിട്ടില്ല. അല്ല, അത് ഞാൻ പറയട്ടെ, 5% വെച്ച കൂടാവൂന്നല്ല. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ആസൂത്രണം നടത്തുക. അല്ലാതെ നമുക്ക് 10% അല്ലെങ്കിൽ 15% കൂടും എന്ന് പറഞ്ഞിട്ട് ആസൂത്രണം നടത്തി അവിടെ വരുന്ന അധിക ചെലവ് മുഴുവൻ സാധാരണ ജനങ്ങൾ തന്നെയല്ലേ വഹിക്കേണ്ടത്. പോയിന്റ് മനസ്സിലായോ? എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ആ സാധ്യത അനുസരിച്ച് 5700 മെഗാവാട്ടിന് അപ്പുറത്ത് പോകേണ്ടതില്ല. എന്നിട്ടും ഈ വർഷം ഇലക്ഷൻ ഇയർ കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് 5900 6000 മെഗാവാട്ടായാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ആസൂത്രിതമായി തന്നെയാണ് വൈദ്യുതി ബോർഡ് ഈ വേനൽക്കാലത്തെ കണ്ടത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്നാൽ ഫെബ്രുവരി 28 ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുമെന്നും നിൽക്കട്ടെ സുരേഷ് കുമാർ, ഇവിടെ ഈ വൈദ്യുതി ഉപഭോഗം കൂടുമെന്ന് അറിയാനുള്ള പ്ലാനിംഗ് എന്താണ് ഇല്ലാത്തത്? ഇവിടെ ഇത്രയും EV ചാർജിംഗ് ഉണ്ട്, ഇത്രയും AC ഉണ്ടെന്ന് അറിയാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യുന്നു പോകും. ഞാൻ പറഞ്ഞു തീർന്ന് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യുന്നു പോകും. താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതുപോലെ കാണിക്കൂ. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവ മാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല, പറയല്ലേ എന്നെ തല്ലോട്ടോ. ഒരു കാര്യം പറയാൻ, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിന്റെ അകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നുപോയാൽ ഒന്നും സംഭവിക്കില്ല. ഈ ഇടിവെട്ട് സൂണിനെ അവർക്കറിയില്ല, മനസ്സിലായടി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. പ്രവോക്കടാവല്ലേ, പറയൂ താങ്കൾ. ഞാൻ താങ്കൾ പറയുന്നതിലെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തി, ഇപ്പൊ ഇവിടെ വെച്ച് നിർത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ സാധനം അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് പോയിക്കോളാം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ പോല പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. എനിക്ക് ഈ തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് നേരം എനിക്ക് തന്നു പോയത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് പറയാനുള്ളത് അനുവദിക്കാൻ പറ്റുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കട. അതായത് ഈ പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്നും കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗകളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്.
കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത് അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് 2400 മെഗാവാട്ടാണ്. അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നതുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാ. ഈ പ്രതിസന്ധി ഒരാൾക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിസന്ധിയല്ല. അതെ, ഞങ്ങൾ ചോറിനെ ഉണ്ടണേ. ഫെബ്രുവരി 28 ട്രംപ് ആക്രമണം നടത്തുമെന്നും ഇവിടെ പാചകവാദി പ്രതിസന്ധി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസം 27 KSEBക്ക് കാണാൻ കഴിയുന്നതല്ല. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അപ്പം ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കുക അല്ല വേണ്ടത്. ഇവിടെ ഇത്രയും EVS ചാർജിംഗ് ഉള്ള കാര്യം അറിയാം, ഇത്രയും AC ഉള്ള കാര്യം അറിയാം, ഇത്രയും BPL വീടുകളിൽ AC ഉള്ള കാര്യം അറിയാം, കൺസംഷൻ പാറ്റേൺ അറിയാം. 3 മാസത്തെ ഷോർട്ട് ടൈം പർച്ചേസ് അടക്കം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ? ഇത് കേൾക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ? അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ചുള്ള ആസൂത്രണം KSEB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ അതാണ് 15 ശതമാനം. ശരി ശരി, താങ്കൾ പറഞ്ഞു KSEBക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശരി, താങ്കൾ പറഞ്ഞു. തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ. തെറ്റ് ദയവായി ഹാഷ്മി ക്ഷമിച്ചു കളയണം. ഓക്കെ, രാജു പിന്നെ മനസ്സിലാക്കാനുള്ള ശരി ആ പ്രവാചക സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. ദയവായി ഇത്തരം സാഹചര്യങ്ങൾ ഹാഷ്മി ഒന്ന് മനസ്സിലാക്കി KSEB ഉദ്യോഗസ്ഥന്മാരോട് ഇനി മുതലെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സണലാക്കി കളഞ്ഞു. ശരി, ഹാഷ്മിക്ക് ഇതൊക്കെ മനസ്സിലാവുന്ന ആളാണല്ലോ. അത് മനസ്സിലാക്കി താങ്കൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ടെന്ന് ഓരോ കാലത്തും ഞങ്ങളൊന്ന് ഉപദേശിക്കണം എന്നാണ് ദയവായി അഭ്യർത്ഥിക്കാനുള്ളത്. ഹാഷ്മിയുടെ ഉപദേശത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, പരിഹാസം ഇഷ്ടപ്പെട്ടു. കരാറുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മാത്രമേ പരിഹസിക്കാനുള്ളൂ. പ്രവോക്കടാവല്ലേ? സ്ഥിരമായിട്ട് പരിഹസിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒരു ചർച്ച തുടങ്ങുമ്പോ തന്നെ ശരി, അങ്ങ് അപഹസിക്കുന്ന അങ്ങ് പ്രവോക്കടാവല്ലേ? ഇപ്പൊ ക്യാപ്സ്യൂളുകൾ പറഞ്ഞത് 30 ഊണിന്റെ 60 ഊണിന്റെ കണക്കാണ്. അപ്പൊ ഇൻഡക്ഷൻ കുക്കർ അവർ ഇടട്ടെ നാളെ മുതൽ. ശരി, ഓക്കെ, ഇല്ല ഈ പറയുന്ന ഈ പ്രതിനിധികൾ ഓരോന്നും ചർച്ച ചെയ്യട്ടെ. പറയട്ടെ, കുറച്ച് നിർത്തി വെക്ക്. പറയട്ടെ. ഓക്കെ, പറയട്ടെ. അദ്ദേഹം പറയട്ടെ. മറുപടി അറിയാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. കയറി ഭരിക്കരുത്. ആണോ നീ? കുറെ നാളുകളായിട്ട് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുവോ മക്കളെ എന്ന് ചോദിച്ചു നടന്നവരൊന്നും ചർച്ചയിലില്ല. ഹാഷ്മി, എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാരെ ചർച്ച? കാരണം അവരല്ലേ രാഷ്ട്രീയമായിട്ട് ഇതിന്റെ മറുപടി. കാരണം കള്ളപ്രചരണം നടത്തിയ ആ CPM-കാരെ നിങ്ങൾ എന്താ ചർച്ചയിൽ കൊണ്ടുവരാത്തത്? പകരം ആ ഡേർട്ടി വർക്ക് മുഴുവൻ ഇവന്മാർ കാണിച്ച ഇമാതിരി തെമ്മാടിത്തത്തിന്റെ PR മുഴുവൻ ന്യായീകരിക്കാൻ ഈ പാവം മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാനലുകളിൽ നടക്കല്ലേ. എങ്ങനെ പ്രകോപിതരാവാതിരിക്കും? അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം ഇത്രയധികം വാചാലനാകുമ്പോൾ, അദ്ദേഹം ഇത്രയധികം ചൂടാവുമ്പോൾ, ഇത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായി താങ്കൾ സംസാരിക്കരുത്. ഇത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് KSEB. ആ KSEBയെ വിമർശിക്കാൻ മാധ്യമപ്രവർത്തകർക്കും അതുമാതിരി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്കും അവകാശമുണ്ട്. ഈ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ കാലം തൊട്ടിട്ട് ഇന്ന് വരേക്കുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ സൃഷ്ടിക്കാനല്ലാതെ ഈ KSEB കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായിട്ടുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു മാസം ഒരു 4 അംഗ കുടുംബം അടയ്ക്കുന്ന വൈദ്യുതി ചാർജും കേരളത്തിലെ ജനങ്ങൾ അടയ്ക്കുന്ന വൈദ്യുതി ചാർജും ഒന്നാണോ ശ്രീ സുരേഷ് കുമാർ? അല്ല. അതിനോട് പ്രസക്തിയില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന വർദ്ധിപ്പിക്കുന്ന എല്ലാവിധ സെസ്സും അതുമാതിരി തന്നെ എന്നാ പറയേണ്ടത്, നിങ്ങളിടുന്ന ഓമന പേരിട്ടുകൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന എല്ലാ ചാർജും ഞങ്ങൾ അടയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി നൽകാൻ ബാധ്യസ്ഥരായവർ ഇത്തരത്തിലുള്ള സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്സ് പറയുന്നത് അങ്ങേയറ്റം കഷ്ടമാണ്. ആര്യാടൻ മുഹമ്മദ് ആയാലും ഉമ്മൻചാണ്ടി സർക്കാർ ആയാലും ഇത്തരത്തിൽ 4 രൂപ 25 പൈസയ്ക്ക് ഒരു കരാർ ഒപ്പിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്തത്? അല്ല,
അത് പിന്നെ എന്നിട്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വൈദ്യുതി കിട്ടണമെങ്കിൽ 10 രൂപയ്ക്ക് മുകളിൽ നൽകണമെന്നുള്ള ബോധം വന്നപ്പോൾ ആ കരാർ പുതുക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയത് തന്നെ ആ കരാറിന്റെ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കരാറായിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത്തരം ഒരു പ്രതിസന്ധി വരും എന്നുള്ളതിന് യാതൊരുവിധ മുൻഗണനയും നൽകിയിട്ട് കൊണ്ടിട്ടുള്ള മുൻകരുതൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിട്ടില്ല എന്നല്ലേ ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങളുടെ മാത്രം പരാതിയാണോ? ആ പരാതിയെ ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ശ്രീ ജയരാജ് പറയുമ്പോൾ, ജയരാജ് അങ്ങനെയല്ല ഇവിടെ ഹാഷ്മി പറഞ്ഞിട്ടുള്ളതും അതുമാതിരി തന്നെ എനിക്ക് പറയാനുള്ളതുമുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? തുറന്നു പറയൂ, അരമണിക്കൂർ നേരം വൈദ്യുതി പവർ കട്ട് ഞങ്ങൾക്ക് നൽകാതിരിക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട്, ഞങ്ങളുടെ ദീർഘവീക്ഷണക്കുറവ് കൊണ്ട് ഞങ്ങൾക്ക് അരമണിക്കൂർ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു, അത് ഇന്ന സമയങ്ങളിലാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് വലിയ ആശ്വാസമാണ്. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കട.